back to Maloos kitchen. ഇന്ന് ഞാൻ റെഡിയാക്കാൻ പോകുന്നത് ഒരു എനർജി ബാർ ആണ്. ബനാന ഓട്സ് എനർജി ബാർ ആണ്. ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ബനാന ഉണ്ട്, ഓട്സ് ഉണ്ട്, അതുപോലെ ഡേറ്റ്സ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ്, ഒരു ബാലൻസ്ഡ് ബ്രേക്ക്ഫാസ്റ്റ് തന്നെയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് നമുക്ക് സ്നാക്കായിട്ടും കൊടുത്തു വിടാം. അതിൽ വർക്കിംഗ് ആയിട്ടുള്ള മദേഴ്സിനും പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസിനും എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്ക് തന്നെയാണ്. ഇതിപ്പോൾ ഒരു ഗ്ലാസ് ചൂട് പാലിൻ്റെ കൂടെയാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് തന്നെ കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. അത്രയും തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇത് നമുക്ക് റെഡിയാക്കാനും വളരെ കുറച്ച് സമയം മതി. ഒരു അരമണിക്കൂറിനുള്ളിൽ നമുക്ക് റെഡിയാക്കുകയും ചെയ്യാം. നമുക്ക് നേരത്തെ റെഡിയാക്കി വെക്കാൻ പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റും കൂടിയാണിത്. അപ്പോൾ നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പഴം നല്ലപോലെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ 1 കപ്പ് ഓട്സ്, 1/4 കപ്പ് ഡേറ്റ്സ് ഒന്ന് മിക്സിയിലിട്ടൊന്ന് ജസ്റ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട്, 1 ടേബിൾ സ്പൂൺ തന്നെ ആൽമണ്ട്സും റൈസിൻസും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് സിനമൺ പൗഡർ, വനില എസൻസ്, പിന്നെ കുറച്ച് ഉപ്പ്. ഇത്ര ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് വേണ്ടത്. മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ആദ്യം ഓട്സ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് ഡേറ്റ്സും ബാക്കിയുള്ള നട്ട്സും എല്ലാം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡേറ്റ്സ് ഒരു മാൻഡേറ്ററി ആണെന്ന് തന്നെ പറയാം. കാരണം ബനാനയുടെ ഒപ്പം ഡേറ്റ്സും കൂടെയും ചേർന്നാലാണ് നമുക്ക് അത്യാവശ്യം ഒരു മധുരം കിട്ടുള്ളൂ. അപ്പോൾ അല്ലാതെ നിങ്ങൾക്ക് നട്ട്സ് അതേപോലെയുള്ള റൈസിൻസ് ഇതൊക്കെ ഓപ്ഷനിലാണ്. നിങ്ങൾക്ക് വേറെ, ഇപ്പോൾ ഞാൻ കാഷ്യൂ നട്ട്സ് ആൽമണ്ട്സ് ആണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ആഡ് ചെയ്യാം. അതേപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ആയിട്ട് ചെറിയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊന്നും കുഴപ്പമില്ല. എന്തായാലും ഡേറ്റ്സ് ആഡ് ചെയ്യണം, അത്രമാത്രം. എന്നാലാണ് ബനാനയും ഡേറ്റ്സും കൂടി നല്ലൊരു സ്വീറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇതിൻ്റെ അകത്തേക്ക് 1/4 ടീസ്പൂൺ സിനമൺ പൗഡർ ആഡ് ചെയ്യാം. 1/2 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഫസ്റ്റ്. നമ്മൾ ബ്ലെൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ബനാന ലാസ്റ്റാണ് കേട്ടോ അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഒന്ന് മിക്സ് ആയ ശേഷം നമുക്ക് ബനാന ആഡ് ചെയ്യാം. ഒരു പഴം ബ്ലെൻഡ് ചെയ്തപ്പോൾ എനിക്ക് 1/4 കപ്പോളം ബനാന പ്യൂരിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ഇതിനകത്തേക്ക് ഞാൻ 1/2 ടീസ്പൂൺ വനില എസൻസും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാം കൂടി നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്യാം. അപ്പോൾ നല്ല പോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഓവനിലാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊരു ട്രേയിലോട്ട് മാറ്റി കൊടുക്കാം. ട്രേയിൽ ഞാനൊരു ബട്ടർ പേപ്പർ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ അകത്തേക്കാണ് നമ്മളിത് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ കയ്യിലിപ്പോൾ മീഡിയം ഒരു ട്രേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രയും വലിയൊരു ട്രേ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ചെറിയ ട്രേ ഉണ്ടെങ്കിൽ ചെറിയ ട്രേ യൂസ് ചെയ്യാം. ഇനി നിങ്ങൾ ഒരുപാട് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്രയും വലുത്, ഞാനിപ്പോൾ അധികം ഉണ്ടാക്കുന്നില്ല, ഒരു 15 ചെറിയ ബാറുകളായിട്ട് കട്ട് ചെയ്യാൻ പാകത്തിനുള്ളതാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനൊരു സൈഡ് മാത്രമാണ് ഇതിൻ്റെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇനി നമ്മളിത് ഓവനിൽ വെച്ചാണ് ബേക്ക് ചെയ്തെടുക്കുന്നത്. 180 ഡിഗ്രിയിൽ 30 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്. ഇനി നമുക്കിത് ബേക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ ബനാന ഓട്സ് ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൈഡ്സ് ഒക്കെ നോക്കിയാൽ നല്ലപോലെ ബ്രൗൺ ആയിട്ടുണ്ട്. ഞാനിതൊന്ന് കട്ട് ചെയ്യാണ്. ബാർസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ സ്ക്വയേഴ്സ് ഒക്കെ ആയിട്ടാണല്ലോ കട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനിങ്ങനെ സ്ക്വയേഴ്സ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾക്ക് ഓരോ പീസിന് എന്തോ ഒരു സൈസ് വേണമെന്നൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം മധുരമില്ല, എന്നാൽ ആവശ്യത്തിന് മധുരമുണ്ട്. അതേപോലെ ഇതിൻ്റെ അകത്തുള്ള ബനാന എന്ന് പറയുന്നത് നമ്മൾ പഴമൊക്കെ ചുട്ട് കഴിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഇല്ലേ, ആ ഒരു ടേസ്റ്റാണ് ബനാനയ്ക്കൊക്കെ. അതേപോലെ നല്ല ക്രഞ്ചിയാണ്.
നട്ട്സൊക്കെ കടിക്കാനൊക്കെ കിട്ടും. ഇപ്പോൾ നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് നമ്മൾ റെഡിയാക്കിയ ബനാന ഓട്സ് എനർജി ബാർ എല്ലാവരും വീട്ടിൽ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ. അതേപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതേപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ദിസ് ഈസ് Pwdr സൈനിങ് ഓഫ്. ബൈ.